ഒരു കുഞ്ഞു സൂറത്തിൻ്റെ അർത്ഥം ചെറിയ വിശദീകരണത്തോടുകൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വൽ ആദിയാത്തി ലബ്ഹം ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ്അ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കിതച്ചു പായുകയും അങ്ങനെ കുളമ്പടികളിൽ തീ പറത്തുകയും പിന്നെ പുലർവേളയിൽ കടന്നാക്രമിക്കുകയും എന്നിട്ടവിടെ പൊടി പറത്തുകയും അങ്ങനെ ജനക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറുകയും ചെയ്യുന്ന കുതിരകളാണ് സത്യം. മനുഷ്യൻ തൻ്റെ നാഥനോട് നന്ദി കെട്ടവൻ തന്നെ. അവൻ സ്വയം അതിന് സാക്ഷിയാകുന്നു. പണത്തോടും പ്രതാപത്തോടുമുള്ള മനുഷ്യൻ്റെ കൊതി അതികഠിനം തന്നെ. ഖബറുകളിൽ അടക്കം ചെയ്യപ്പെട്ടതൊക്കെയും പുറത്തെറിയപ്പെടുകയും മാറുകളിൽ മറഞ്ഞു കിടക്കുന്നതൊക്കെയും വെളിപ്പെടുത്തി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തെക്കുറിച്ച് അവർ അറിയുന്നില്ലെന്നോ? എന്നാൽ അള്ളാഹു അവരുടെ നാഥൻ തീർച്ചയായും അവരെക്കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവരാവുന്നു. വളരെ ചെറിയൊരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം അറിയാം. വളരെ കുഞ്ഞു സൂറത്താണല്ലോ. കുതിരയെ അള്ളാഹു എടുത്തു പറയുക. അറബികൾക്ക് വളരെ പരിചയമുള്ള, അറബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആകെ പരിചയമുള്ളത് വാളും അതുപോലെ തന്നെ ഒട്ടകവും കുതിരയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കുതിരകളെ പിടിച്ച് ആണയിട്ട് അള്ളാഹു പറയുന്ന ഒരു സംഗതി: മനുഷ്യ, നീ നന്ദി കെട്ടവനാണ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്. എന്തുകൊണ്ടാണ് ഇവൻ നന്ദി കെട്ടവനാണെന്ന് പറയുന്നത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. മനുഷ്യൻ തീർച്ചയായും നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്. അതിന് അവൻ തന്നെ സാക്ഷിയാണ്. കാരണം വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവനക്ക് ദുനിയാവിനോട് ആർത്തി കൂടുതലാണ്. ദുനിയാവിനോട് ആർത്തി കൂടുതൽ കൊണ്ടാണ് ഇവൻ നന്ദി കെട്ടവനായത്. എന്നിട്ട് അല്ലാഹു പറയുന്നത്: അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ. ഖബറുകളിലുള്ളതെല്ലാം പുറത്ത് ഇടപ്പെടുകയും വഹുസ്സില മാ ഫിസ് സുദൂർ, നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യത്തിൻ്റെ എല്ലാ അറകളും തുറന്നെറിയപ്പെടുകയും ചെയ്യുന്ന ദിവസം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മളെല്ലാവരും, നമ്മൾ പലതവണ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, എല്ലാവരും ഖബറടക്കത്തിന് പങ്കെടുക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ഖബറടക്കത്തിന് പങ്കെടുക്കുന്ന ആളുകളാണ്. നന്ദി കെട്ട മനുഷ്യന്റെ അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ആ ഖബറടക്കത്തിൽ മയ്യത്ത് വെച്ച് അതിന് മേലെ പലക വെച്ച് മണ്ണും പൊടിയും വീഴാതിരിക്കുക ഇലകൾ വെച്ച് അടച്ച്, എന്നിട്ട് നമ്മളെല്ലാവരും മണ്ണ് വാരിയിടും. ഞാനും നിങ്ങളൊക്കെ മണ്ണ് വാരിയിടും. അറിയാത്തവരെന്ത് ചെയ്യും? പലരും അറിയാതെയാണ് ഒരല്പം മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മൂപ്പര് പോകും.
അതല്ല സുന്നത്ത്. ആ മണ്ണ് ഒരു പിടി മണ്ണ് വാരിയിടുമ്പോൾ നമ്മൾ പറയുന്നത് മിൻഹാ ഖലഖ്നാകും, മനുഷ്യ നിന്നെ ഇതിൽ നിന്നാണ് സൃഷ്ടിച്ചത്. രണ്ടാമത്തെ പിടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് പറയും വഫീഹാ നുഈദുക്കും, നിന്നെ ഇതിലേക്ക് തന്നെ മടക്കി, ഇതാ നിന്നെ ഇതിലേക്ക് തന്നെ മടക്കുന്നു. മൂന്നാമത്തെ പുളി മണ്ണ് വാരിയിട്ട് പറയുന്നു വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, നിന്നെ ഭൗതികതയുടെ പ്രതീകമായ ചവിട്ടി മതിക്കപ്പെടുന്ന ഈ മണ്ണിൽ നിന്ന് നിന്നെ വീണ്ടും പുനർജീവിപ്പിക്കും. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഇത് ആരോടാണ് പറയുന്നത്? ഖബറിലേക്ക് മണ്ണിട്ടുകൊണ്ടാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ മണ്ണിടുമ്പോ യഥാർത്ഥത്തിൽ ഞാൻ മണ്ണിടുന്നത് എൻ്റെ നെഞ്ചിലേക്ക് തന്നെയാണ്, നിങ്ങൾ മണ്ണിടുന്നത് നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെയാണ്. അത് ഇങ്ങനെ മണ്ണിടുമ്പോൾ അതൊരു ഖുർആനായിട്ടാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ എന്നത് വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളാണ്. അത് യഥാർത്ഥത്തിൽ കബറടക്കം ചെയ്യപ്പെട്ട മയ്യത്തിന്റെ നെഞ്ചത്തിലേക്കാണ് ഇടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് നമ്മുടെ നെഞ്ചത്തേക്കാണ് ഇടുന്നത് എന്ന് കബറടക്കത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും മനസ്സിലാക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നീയും നിന്റെ നെഞ്ചത്തേക്കും ഈ മണ്ണ് ഞങ്ങൾ ആരെങ്കിലും വാരിയിടും എന്ന് ആണിത് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ ഒപ്പം സുബഹ് നമസ്കരിച്ച ഒരാളുടെ മയ്യത്തിൽ ഇശാക്ക് മണ്ണിട്ട് വരുന്ന മണ്ണിടാൻ ഉള്ള ഒരു സന്ദർഭമുണ്ടായി. എൻ്റെ ഒപ്പം 2 പേരെ അന്ന് പള്ളിയിലുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനും. അദ്ദേഹം കോളേജിൽ നിന്ന് കടയിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നു. 10:30 മണിയായിട്ട് 9 മണിക്ക് പോയ ആള് 10:30 മണിയായിട്ട് കാണാണ്ടായപ്പോ ഒന്ന് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. വീണ്ടും വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അടുത്തൊരു തവണ കൊടുത്തത് ഫോൺ ആരോ എടുത്തു. എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. വേറെ കൂടുതലൊന്നുമില്ല, ബ്ലഡൊന്നും പിന്നെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ 10:52 11 മണിയാകുമ്പോഴേക്ക് കേട്ടത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, മരണം അങ്ങനെയാണ്. രാവിലെ ഒപ്പം ഭക്ഷണം കഴിച്ച ആളിന്റെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ കബറിടത്തിലേക്ക് ഇശാ നമസ്കാരത്തിന് മണ്ണിടുന്ന ഒരവസ്ഥ, ഇത് അത്ഭുതമൊന്നുമല്ല. ഇപ്പൊ കഴിഞ്ഞത് കൊണ്ട് ഞാനത് പറയുന്നു എന്ന് മാത്രം. ഞാനും നിങ്ങളും നന്ദിയുള്ളവരായി തീരണം. കാരണം മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിരിക്കുന്നു. അള്ളാഹു പറയുന്നു, മനുഷ്യ നീ നന്ദി കെട്ടവനാ. എന്നിട്ട് ഉദാഹരണമായി എടുത്തു പറയുന്ന എന്തിനാണ്? കുതിരയെ ഉദാഹരണമായി എടുത്തു പറഞ്ഞുകൊണ്ട്, കുതിര തന്റെ യജമാനന് അല്പം പുല്ലും ഉദരയും കൊടുക്കുമ്പോൾ യജമാനന് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ ശത്രുവിന്റെ പാളയത്തിലേക്ക് കുതിച്ചുകൊണ്ട് യജമാനനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒരു കുതിര. പക്ഷേ പടച്ച തമ്പുരാൻ വിവേകവും ബുദ്ധിയും കഴിവും ശക്തിയും നൽകിയ നമുക്ക് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്, എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മളോട്. ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യ, നീ ഇത്ര മനോഹരമായ രൂപം കൊണ്ട് എത്രയോ മനോഹരമായിട്ടാണ് അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ ഒന്നുമല്ലാത്ത, പ്രസ്താവയോഗ്യമായ ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത് നിനക്ക് ആലോചിച്ചിട്ടുണ്ടോ? നീ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറയാ. അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സൃഷ്ടിപ്പ്. മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് പിതാവിൽ നിന്ന് വരുന്ന ഒരു ബീജത്തിന്റെ, കോടാനുകോടി ബീജത്തിന്റെ ഏറ്റവും ചെറിയൊരു അംശമാണ്
ഈ മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേരുന്നത്. ഒരുപാട് ആളുകൾ അങ്ങോട്ട് കുതിച്ചു പായുകയും ജനിക്കാൻ അവകാശമുള്ളവൻ മാത്രം ആ അണ്ഡത്തിൽ പറ്റിപ്പിടിച്ച് വളരുകയും അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരെ തള്ളി നീക്കിക്കൊണ്ട് എനിക്കാണ് ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴാൻ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചു വീണവരാണ് നമ്മളൊക്കെ. വൃഥ ജനിച്ചതല്ല. അള്ളാഹു ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഉദ്ദേശം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നൽകും, നിങ്ങൾക്ക് ഒരുപാട് കനിഞ്ഞരുളും. പക്ഷേ നമുക്ക് ലഭിച്ചതിൽ നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കണം. ഇന്ന് നമുക്ക് ലഭിച്ചതിൽ പലർക്കും നന്ദി ബോധമില്ല. നമുക്ക് ലഭിക്കാത്തതിനെ കുറിച്ച ആദിയിലാണ് മനുഷ്യന്മാർ. നമുക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് ആദി. ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയാണ്, വെറും 4 മിനിറ്റ് മാത്രം. എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററി ആയതുകൊണ്ട് ഇത് പ്രദർശിപ്പിക്കുന്ന ശാലയിലേക്ക് ആളുകൾ ഇങ്ങനെ കയറി. എല്ലാവരും കയറിയപ്പോ വാതിലടിച്ചു, പ്രദർശനം തുടങ്ങുകയാണ്. എല്ലാവരുടെ അടുത്തും ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരും ഈ വെള്ളം കുടിക്കേണ്ടതില്ല, ഇത് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. അങ്ങനെ ആ ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയപ്പോ ആ ആള് പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഫാനിലേക്ക് നോക്കണം, 4 മിനിറ്റേ ഉള്ളൂ. ആളുകളെല്ലാം അന്തം വിട്ടു. വെറുതെ 4 മിനിറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ക്യാമറ പതുക്കെ താഴെ കട്ടിലിൽ നിവർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ആ ക്യാമറ പതിക്കുകയാണ്. ആ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യൻ എന്നിട്ട് പറയുക, നിങ്ങൾ ഈ 4 മിനിറ്റ് സമയം ഫാനിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ നിങ്ങൾ അസ്വസ്ഥരായില്ലേ? 24 വർഷമായിട്ട് ഈ ഫാനിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കിടക്കുകയാണ് ഞാൻ. അതിന്റെ അർത്ഥം എല്ലാം തളർന്ന് കിടക്കുന്ന ഒരു രോഗിയാണ് ഞാൻ. നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര രോഗികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിലൂടെ കടത്തിക്കൊണ്ട്. നമുക്ക് ഈ ഒരു അള്ളാന്റെ അനുഗ്രഹത്തിൽ നല്ല ആരോഗ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. ചെറിയ പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. പക്ഷെ നമ്മള് അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെങ്കിൽ എന്ത് വേണം അറിയോ? ആരോഗ്യമുള്ള സമയത്ത് രോഗികളായ ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. സമ്പന്നത ഉള്ള സമയത്ത് ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അധികാരമുള്ള സമയത്ത് അധികാരമില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഉൻദുറു ഇലാ മൻ ഹുവ അസ്വല മിൻകും വലാ തൻദുറു ഇലാ ഫൗഖക്കും. നിങ്ങൾ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മ വരും. നിങ്ങൾ എപ്പോഴും മുകളിലേക്ക് നോക്കുകയാണ്, നിങ്ങൾ അന്യനിലേക്ക് കണ്ണുവായിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചതിൽ നന്ദി പ്രകടിപ്പിക്കാതെ നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് ഇങ്ങനെ നുണഞ്ഞ് മറ്റുള്ളവരിലേക്ക് നാമം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ നിങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിയൂല. കാരണം നിങ്ങൾ ലഭിച്ചതിനെ കുറിച്ച് ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച്, കുട്ടിക്കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ വളർന്ന നമ്മൾ ഇപ്പോൾ എന്തൊക്കെയോ ലഭിക്കുമ്പോഴേക്ക് നമ്മളെല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു കുതിരയെ കുറിച്ച് പറഞ്ഞത്, ഒരു മൃഗത്തിനുള്ള നന്ദി പോലും നിങ്ങൾക്ക് എല്ലാം നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിനോട് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. നാളെ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എല്ലാം വെളിപ്പെടുത്തി ചോദിക്കപ്പെടുമ്പോ, നിങ്ങളുടെ മനസ്സകങ്ങളിലുള്ളതെല്ലാം പുറത്തിടുമ്പോ നിങ്ങൾ എന്തു പറയും? പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തു പറയും? ഞാനും നിങ്ങളും എന്തു പറയും എന്ന് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നെഞ്ചിലേക്ക്, നമ്മുടെ കബറിലേക്ക് മണ്ണ് വീഴുന്നത് മുൻപ് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറുക. അള്ളാഹു നമുക്ക് ഇപ്പോൾ നൽകിയതിനേക്കാൾ ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. കരുണാമയനായ തമ്പുരാൻ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.